ഞാൻ അഡ്മിൻ 8 പോയി പഠിക്കുന്നു. ഞാൻ ഇവിടെ കാണിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷനെ കുറിച്ചാണ്. നട്ടാൽ പോലെ നനയ്ക്കണം എന്നാണ് കൃഷിയുടെ ബാലപാഠം. ഓരോ ചെടിക്കും ആവശ്യമായ വെള്ളം കൃത്യമായി നിർവഹിച്ച് ചെടിയുടെ ചുവട്ടിൽ എത്തിക്കുന്ന രീതിയാണ് തുള്ളിനന. നിലത്തിരിക്കുന്ന ചെടികൾക്കും ചട്ടികളിലിരിക്കുന്ന ചെടികൾക്കും ഈ രീതി ഉപയോഗിക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ജലസംഭരണിയിൽ നിന്നും സോളാർ പമ്പോ ഇലക്ട്രിക് പമ്പോ ഉപയോഗിച്ച് സ്റ്റോറേജ് ടാങ്കിലേക്ക് വെള്ളം ശേഖരിച്ചതിന് ശേഷം ഡ്രിപ്പ് ട്യൂബ് വഴി ചെടികളുടെ താഴേക്ക് എത്തിക്കുന്ന രീതിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. %60 മുതൽ 80% വരെ വെള്ളം നമുക്ക് ഇതിൽ നിന്ന് ലാഭിക്കാം. ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും വെള്ളം നിൽക്കുന്നത് കൊണ്ട് കർഷകർക്ക് കൂടുതൽ വിളവ് ലഭിക്കും. വെള്ളത്തിന്റെ പാഴ്ചെലവും അധികം ഉണ്ടാവുകയില്ല. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോഡൽ ബക്കറ്റ് ടോയ്സ് ആണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 3 തെർമാക്കോൾ പീസസ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തത്, ഒരു സെല്ലോ ടാപ്പ്, ഒരു കട്ടർ, ഒരു ബാറ്ററി, ഒരു ഫെവിക്കോൾ, ഒരു മിനി മോട്ടർ വയർ കണക്ട് ചെയ്തത്, ഒരു ഫാൻ, തെർമാക്കോൾ പീസുകൾ. ഇനി നമുക്ക് 3 പീസുകൾ ഒട്ടിച്ചെടുക്കുക. നമ്മൾ 3 പീസുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ടോട്ടോയ്സിന്റെ പാർട്സുകൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ടോട്ടോയ്സിന്റെ പാർട്സുകൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാറ്ററി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബാറ്ററി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് മിനി മോട്ടറും ഫാനും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മിനി മോട്ടറും ഫാനും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യണമെങ്കിൽ നോക്കാം. നിങ്ങൾക്ക് ഇത് വെള്ളത്തിൽ വെച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മൂവ്മെന്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇമറൈസ്ഡ് എക്സ്പെരിമെൻറ്റിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സർഫസ് ടെൻഷനാണ്. എന്താണ് സർഫസ് ടെൻഷൻ? ജല ഉപരിതലത്തിലെ തന്മാത്രകൾ അകത്തേക്കും വശങ്ങളിലേക്കും ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് ജല ഉപരിതലം ഒരു പാട പോലെ നിൽക്കുന്നത്. ഇതിനു കാരണമായ ബലമാണ് പ്രതല ബലം അഥവാ സർഫസ് ടെൻഷൻ. അതുകൊണ്ടാണ് ചെറു പ്രാണികളൊക്കെ വെള്ളത്തിൽ നടക്കാൻ സാധിക്കുന്നത്. അത് സർഫസ് ടെൻഷൻ ഒന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഒരു പ്ലേറ്റ് അതിനാവശ്യം വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നൂല് പകുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടുസൂചി, അതെടുക്കാൻ വേണ്ടിയിട്ടൊരു മാഗ്നറ്റ്. ആദ്യം നമുക്ക് ആ മുട്ടുസൂചി ഒന്ന് വെള്ളത്തിൽ ഇട്ട് നോക്കാം. താഴെപ്പോയി സൂക്ഷിച്ച് വെച്ചോക്കാം. ഇപ്പം താഴെ പോയി ഞാൻ. ഇനി നമുക്ക് വേറെ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ സർഫസ് ടെൻഷൻ? ഇതിപ്പോൾ വെള്ളത്തിൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. ഇനി സർഫസ് ടെൻഷൻ കുറയ്ക്കാനുള്ള ഒരു പരീക്ഷണമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സിൽ സാധാ വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ്സിൽ സോപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബ്ലേഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ബ്ലേഡ് സാധാ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അവിടെ നിൽക്കുന്നുണ്ട്. അതിന് കാരണം സർഫസ് ടെൻഷനാണ്. നമുക്ക് അടുത്ത ലൈനായ സോപ്പ് ലൈനിൻ്റെ ഒന്ന് കൊടുക്കാം. നിൽക്കുന്നില്ല. അതിന് കാരണം സർഫസ് ടെൻഷൻ്റെ കുറവാണ്. സോപ്പ് വെള്ളത്തിൽ ചേർക്കുമ്പോൾ സർഫസ് ടെൻഷൻ കുറയുന്നു. നന്ദി. എൻ്റെ പേര് ജോയലിയം ജോസഫ്. ഞാൻ 10th ഡിയിലാണ് പഠിക്കുന്നത്. ഞാനിവിടെ ഒരു വർക്കിംഗ് മോഡലാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ പേരാണ് മെറ്റൽ ഡിറ്റക്ടർ. ഇതിൻ്റെ ഭൂമിയിൽ അടിയിലെടുക്കുന്ന ലോഹങ്ങളെ കണ്ടെത്താനാണ് ഇത് നമ്മളെ സഹായിക്കുന്നു. നമുക്ക് ഇതിനൊരു പരീക്ഷണം ചെയ്തു നോക്കാം. നമുക്കിവിടെ എന്തോ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ സെർച്ച് ചെയ്ത് നോക്കാം. ഇതാണ് നമുക്കിവിടെ ഒരു കോയിനാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരു കോയിൻ കിട്ടിയിരിക്കുന്നു. പിന്നെ ഒരു സിഗ്നൽ കിട്ടിയിരിക്കുന്നു. നമുക്ക് ഇവിടെ സെർച്ച് നോക്കാം. പിന്നെയും ഒരു കോയിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും സെർച്ച് നോക്കാം.
സിഗ്നൽ കിട്ടിയിരിക്കും. നമുക്ക് ഒരു രക്ഷയുണ്ട്. ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരു ബാറ്ററി, പിന്നെ ഒരു ബസർ, പിന്നെ 2 ലോഹ കമ്പികൾ. ഇതിൻ്റെ ഉപയോഗം ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന വൈദ്യുതി ഒരു കമ്പിയിലൂടെ പോയി നമ്മുടെ ലോഹത്തകിലൂടെ ചെന്ന് അടുത്ത കമ്പിയിലൂടെ പോയി ബസറിന് സിഗ്നൽ കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ സഹായിക്കും. നന്ദി. Good morning to all. I am Sri studying in class 9th A. I am here to present a smartphone projector. And the materials needed for a cardboard box, bowl, smartphone, and smartphone stand. Project work is completed. The uses of a projector is a projector is an output device that projects an image into a large surface such as a white screen or wall. Thank you. ഞാനിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഫയർ എക്സ്റ്റിംഗ്വിഷ്. അതിന് വിനാഗിരി, സോഡാപ്പൊടി, പിന്നെ പിന്നെ ഒരു കുപ്പി. ആദ്യം ഞാൻ ഈ വിനാഗിരി സയന്റിഫിക് നെയിം അസറ്റിക് ആസിഡ് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. പിന്നെ സോഡാപ്പൊടി ഇതിലേക്ക് ഇടാൻ പോവാണ്. കാൽസ്യം കാർബണേറ്റ്, പിന്നെ കോഡിനെയും ഇതിനെ നന്നായി കുലുക്കണം. ഈ മെഴുകുതിരിക്ക് ഇട്ടത് കാൽസ്യം കാർബണേറ്റും അസറ്റിക് ആസിഡും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായത് കൊണ്ടാണ്. ഇങ്ങനെയാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടാക്കുക. എന്റെ പേര് നിസിൻ പി. കാട്ടുതുറന്ന CD എന്ന ഒരു ലഘു പരീക്ഷണമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ആദ്യം കാറ്റുതുറന്ന CDക്ക് വേണ്ട സാമഗ്രികൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു CD, ഒരു മിനറൽ വാട്ടറിന്റെ മൂടി, ഒരു പൈപ്പ്. ഇനി ഈ കാറ്റുതുറന്ന CD ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മൂടിയുടെ നടുക്ക് ഒരു ദ്വാരം ഉണ്ടാക്കി പൈപ്പ് അതിനുള്ളിൽ കടത്തി വെച്ച് ഒട്ടിക്കുക. അതുപോലെ CDയും കുപ്പിയുടെ മൂടിയും തമ്മിൽ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. മിനുസമുള്ള പ്രതലത്തിൽ വെച്ച് ഞാൻ ഈ പൈപ്പിന്റെ ഒരു അറ്റത്തിലെ ദ്വാരത്തിലൂടെ ഊതുമ്പോൾ നമുക്ക് കാറ്റ് തുറന്ന CD കാണാം. അപ്പോൾ നമുക്ക് പരീക്ഷണം ഒന്ന് ചെയ്ത് നോക്കിയാലോ? എല്ലാവരും ഇങ്ങോട്ട്. ഇപ്പോൾ നിങ്ങൾ കാറ്റ് തുറന്ന CD കണ്ടുവല്ലോ. ഇനി കാറ്റ് തുറന്ന CD പിന്നിലുള്ള ശാസ്ത്രാർത്ഥം എന്തെന്ന് നോക്കിയാലോ? ഈ CD പ്രതലത്തിൽ വെക്കുന്ന സമയത്ത് ഇതിനെ ചലിക്കാതെ പിടിച്ചു നിർത്തുന്ന 2 ബലങ്ങളുണ്ട്. ഒന്ന് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം, 2 CD-യും പ്രതലവും തമ്മിലുള്ള ഘർഷണ ബലം. അതിനെ അതിജയിക്കുന്ന മൂന്നാമതൊരു ബാഹ്യബലം ഞാൻ ഊതുമ്പോൾ അതിന് ലഭിക്കുന്നുണ്ട്. ഈ പൈപ്പിലൂടെ കടന്നു പോകുന്ന വായു നൽകുന്ന ഗതികോർജ്ജമാണ് ഇതിനെ ചലിക്കാൻ ആവശ്യമായ ബാഹ്യബലം നൽകുന്നത്. അങ്ങനെ അസന്തുലിതമായ ഒരു ബലം ലഭിക്കുമ്പോഴാണ് ഇത് ചലിക്കുന്നത്. നന്ദി, നമസ്കാരം. Today I am standing before you
to discuss about the science project. In this project, we can see the working of an electromagnet. In this project, I have used a 9-volt battery, nail, copper wire, switch and iron rod. Now let's come to the working of an electromagnet. When battery is connected to the coil, then it works like a magnet. The magnetic field is produced by the flow of current. And its main advantages is the magnetic field can be changed by controlling the flow of current. And the electromagnets are mostly used as the components of electrical devices such as motors and a generator. I am Hirnes Nair of class 10A, St. Sebastian HS, Chittatera. Thank you. നമസ്കാരം, ഞാനിവിടെ പറയുന്നത് ജനറേറ്ററുകളെ കുറിച്ചാണ്. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കാനാണ് ജനറേറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിളാണ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ whenever there is a change in magnetic field linked with a coil, an EMF is produced in the coil. This phenomenon is called the electromagnetic induction. രണ്ട് തരത്തിലുള്ള ജനറേറ്റർ ഉണ്ട്. ഒന്ന് AC ജനറേറ്റർ, മറ്റൊന്ന് DC ജനറേറ്റർ. AC ജനറേറ്ററിൻ്റെ മെയിൻ പാർട്സും അതിൻ്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. AC ജനറേറ്റർ ആർമേച്ചർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് അയൺ കോറുമേ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൂണ്ട് ചെയ്ത് വെച്ച അറേഞ്ച്മെൻറ്റിനാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. ഇത് XY എന്ന് പറഞ്ഞ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് സ്ലിപ്പ് റിങ്സ് ആണ്. സ്ലിപ്പ് റിങ്സും ആർമേച്ചർ കോയിലായിട്ട് വെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന അറേഞ്ച്മെൻ്റ് ആണ്. ഇതിനും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രഷസും കറണ്ട് ആർമേച്ചർ കോയിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഷസിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഈ ജനറേറ്ററിൻ്റെ വർക്കിംഗ് ആണ് അടുത്തതായിട്ട്. ഇത് AC ജനറേറ്റർ ഇനീഷ്യലായിട്ട് ഇരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ 0 ഡിഗ്രി ആയിരിക്കുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഇൻഡ്യൂസ്ഡ് കറണ്ട് 0 ആയിരിക്കും. കാരണം മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല. അത് കഴിഞ്ഞ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി ആകുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് എത്ര കൂടുന്നു അത്രയും ഇൻഡ്യൂസ്ഡ് EMF ഇൻഡ്യൂസ്ഡ് കറണ്ടും കൂടും. അത് കഴിഞ്ഞ് വീണ്ടും 90 ഡിഗ്രി കഴിഞ്ഞ് 180 ഡിഗ്രി ആകുമ്പോൾ വീണ്ടും 0യിലേക്ക് തന്നെ വരും. കാരണം മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവില്ല. അതിന് 180 ഡിഗ്രി കഴിഞ്ഞ് വീണ്ടും 270 ആകുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വന്നിട്ട് വീണ്ടും ഇൻഡ്യൂസ്ഡ് EMF ഇൻഡ്യൂസ്ഡ് കറൻറ്റും മാക്സിമം ആയിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് 360 ഡിഗ്രി എത്തുമ്പോൾ വീണ്ടും ഇനീഷ്യൽ പോയിന്റിലേക്ക് തന്നെ എത്തും. അപ്പോൾ 0 ഡിഗ്രി ആയിരിക്കും ഇൻഡ്യൂസ്ഡ് EMF ഇൻഡ്യൂസ്ഡ് കറൻറ്റും. റേറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എത്ര കൂടുന്നോ അത്രയും ഇൻഡ്യൂസ്ഡ് EMF ഇൻഡ്യൂസ്ഡ് കറൻറ്റും കൂടും. AC ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ ഗ്രാഫാണിത്. EMF ഫസ്റ്റ് ഹാഫ് റൊട്ടേഷനിൽ പോസിറ്റീവ് ഡയറക്ഷനിലും സെക്കൻഡിൽ നെഗറ്റീവ് സൈഡിലും ആയിരിക്കും. കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിരിക്കും. ആദ്യം 0, പിന്നെ മാക്സിമം 0, മാക്സിമം അങ്ങനെ ആയിരിക്കും. പിന്നെ ഈ രണ്ടും കൂടി ചേർന്നതാണ് ഒരു AC സൈക്കിൾ. ഇനി അടുത്തതായി പറയുന്നത് DC ജനറേറ്ററിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചാണ്. DC ജനറേറ്ററിൽ ആർമേച്ചർ കോയിലിൽ ഉണ്ടാകുന്ന കറണ്ട് AC കറണ്ട് ആണെങ്കിലും അത് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് റിങ്ങിൻ്റെ സഹായത്തോടു കൂടി DC കറണ്ടായിട്ട് ചേഞ്ച് ചെയ്യുന്നു. DC ജനറേറ്റർ ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേ EMF ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിട്ട് ഓരോ ഡയറക്ഷനിലായിരിക്കും. പക്ഷേ EMF ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിരിക്കും. ഇതാണ് AC DC ജനറേറ്റേഴ്സും അവയുടെ വർക്കിങ്ങും. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് മൈക്കിൾ. സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ചിറ്റാറ്റുകരയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ വായു അത് പ്രയോഗിക്കുന്ന മർദ്ദവുമായി ബന്ധപ്പെട്ട ഒരു ലഘു പരീക്ഷണം അവതരിപ്പിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനാവശ്യമായ വസ്തുക്കൾ ഒരു കുപ്പി, വെള്ളം, ഒരു ബക്കറ്റ്, ട്യൂബ് എന്നിവയാണ്. കുപ്പിയുടെ മുകൾ ഭാഗത്തായി ഒരു ദ്വാരമിട്ട് അതിലൂടെ ട്യൂബ് കടത്തി അടിവരെ എത്തിക്കുക. ഇതിൽ 3/4 ഭാഗം വെള്ളം നിറയ്ക്കുക. 2 വ്യവസ്ഥകളാണ് ഈ പരീക്ഷണത്തിലുള്ളത്. കുപ്പിയിലോ ട്യൂബിലോ തൊടാനോ ഊതുവാനോ പാടുകയില്ല. ഇതൊന്നും ചെയ്യാതെ ഈ പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാം. രണ്ട് തത്വങ്ങളാണ് ഈ പരീക്ഷണത്തിൽ കാണാൻ കഴിയുക. ഒന്നാമത്തേത് വായു ജലം വിധാനം പാലിക്കുന്നു എന്ന തത്വമാണ്. രണ്ടാമത്തേത് വായു മർദ്ദം പ്രയോഗിക്കുന്നു. ഇതിന്റെ ശാസ്ത്രതത്വം ഞാൻ ഒന്നുകൂടി പറയാം. 2 ശാസ്ത്രതത്വങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, ജലം ഒരേ വിധാനം പാലിക്കുന്നു. രണ്ടാമത്തേത് വായു മർദ്ദം പ്രയോഗിക്കുന്നു എന്നാണ്. ഇതിന്റെ കാരണം ഞാൻ വിശദീകരിക്കാം. ഇതിൽ കുപ്പിയിൽ ആദ്യം വെള്ളം ഉണ്ടായിരുന്നത് പൈപ്പിന് താഴെയാണ്. അതിനുശേഷം ഇതിനു മുകളിലൂടെ വെള്ളം ഒഴിച്ചപ്പോൾ ജലം പൈപ്പിന് താഴെയാണ്.
ഇതിലൂടെ മുകളിലൂടെ വെള്ളം ഒഴിച്ചപ്പോൾ ഇതിലേക്ക് ജലം വിധാനം പാലിക്കുന്നതിനായി വെള്ളം താഴേക്ക് ഒഴുകുകയും എന്നാൽ പൈപ്പിന് താഴെ എത്തിയപ്പോഴും ജലത്തിന്റെ ഒഴുക്ക് നിലയ്ക്കുന്നില്ല. കാരണം വായു മുകളിൽ നിന്ന് പ്രയോഗിക്കുന്ന മർദ്ദം മൂലം പൈപ്പ് ട്യൂബിലൂടെ ജലം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ഈ പരീക്ഷണം വേറെ ഒരു വ്യവസ്ഥയിലൂടെ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. വ്യവസ്ഥകൾ ഇതിൽ വെള്ളം ഒഴിക്കാനോ കുപ്പിയിൽ തൊടാനോ പൈപ്പിൽ തൊടാനോ ഊതുവാനോ തൊടാനോ പാടില്ല. ഈ പൈപ്പ് കുപ്പിയുടെ ട്യൂബിന്റെ വശത്ത് വെച്ച് ഊതുക. ഈ കുപ്പിയുടെ വശത്ത് നിന്ന് ഊതിയപ്പോൾ ഇവിടെയുള്ള വായു ഒഴുകിപ്പോകുകയും ഇവിടെ നിന്നുമെല്ലാം വായു ഉള്ളിലേക്ക് കയറുവാൻ ശ്രമിക്കുകയും എന്നാൽ വെള്ളം ഒഴുകുന്നതിനാൽ അത് ഈ ട്യൂബിന്റെ ഈ വശത്ത് നിന്ന് ഊതിയപ്പോൾ ഇതിന്റെ ചുറ്റുവശങ്ങളിൽ നിന്നും വായു ഒഴുകിപ്പോവുകയും വെള്ളം ഇതിലൂടെ പുറത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ വെള്ളം പുറത്തേക്ക് വന്നപ്പോൾ വായു ചുറ്റുവശങ്ങളിൽ നിന്നും ട്യൂബിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയും എന്നാൽ അത് പറ്റുന്നില്ല. എന്നാൽ മുകളിലൂടെ അന്തരീക്ഷ വായു ഉള്ളിലേക്ക് മർദ്ദം പ്രയോഗിക്കുമ്പോൾ ഉള്ളിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരികയും ചെയ്തു. വെള്ളം ഈ വശത്തിൽ നിന്നും ഊതിയപ്പോൾ പൈപ്പിനുള്ളിലെ വായു പുറത്തേക്ക് വരികയും പൈപ്പിനുള്ളിലെ മർദ്ദം കുറയുകയും ചെയ്തു. അപ്പോൾ വശങ്ങളിൽ നിന്നും മർദ്ദം പ്രയോഗിക്കുകയും കൂടാതെ കുപ്പിയുടെ മുകളിൽ നിന്നും മർദ്ദം കുപ്പിയുടെ ഉള്ളിലേക്ക് പ്രയോഗിക്കുകയും അപ്പോൾ വെള്ളം പൈപ്പിലൂടെ പുറത്തേക്ക് വരികയും ചെയ്തു. മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് വായു പ്രവഹിക്കുന്നു. ഇത് കണ്ടുപിടിച്ചത് ബെർണോളിസ് ശാസ്ത്രജ്ഞനാണ്. ഇത് ബെർണോളിസ് തത്വം എന്നറിയപ്പെടുന്നു. എല്ലാവർക്കും നന്ദി. നമുക്കിന്നൊരു സയൻസ് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. അഗ്നിശമനിയെ കുറിച്ചുള്ള പരീക്ഷണമാണ് ഞാൻ ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാമഗ്രികൾ സുതാര്യമായ ഒരു പ്ലാസ്റ്റിക് പാത്രം, പിന്നെ അപ്പസോഡ, മെഴുകുതിരി, വിനാഗിരി എന്നിവയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മെഴുകുതിരി കത്തിച്ച് വെച്ച് നമ്മൾ അതിലേക്ക് അപ്പസോഡ ഇടുക, അതിന് ചുറ്റിലും ഇടുക, എന്നിട്ട് വിനാഗിരി ഒഴിക്കുക. അപ്പോൾ നമ്മൾ തീയാണെന്ന് കാണാം. ഇതിന് കാരണം വിനാഗിരിയിലെ അസിറ്റിക് ആസിഡും അപ്പസോഡയിലെ സോഡിയം കാർബണേറ്റുമാണ്. ഇവ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ ഡയോക്സൈഡ് ഒരു അഗ്നിശമനിയാണ്, തീ കെടുത്താൻ സഹായിക്കുന്ന വർഗ്ഗമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് എഡിസർ ആഫ്രിക്സി, ക്ലാസ് 9F. ഞാനിവിടെ ഒരു ചെറിയ പരീക്ഷണമാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാനായി പോകുന്നത്. അഗ്നിശമനി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ ലളിതമായി ഞാൻ പരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് ആവശ്യമായ സാമഗ്രികൾ വിനാഗിരി, ഒരു പ്ലാസ്റ്റിക് പാത്രം, അപ്പക്കാരം, മെഴുകുതിരി എന്നിവയാണ്. ഈ പ്രവർത്തന ക്രമത്തിലേക്ക് കടക്കാം. ആദ്യം മെഴുകുതിരി പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചതിന് ശേഷം മെഴുകുതിരി കത്തിക്കാം. ഇനി ഇതിലേക്ക് അല്പം അപ്പക്കാരം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. തീർച്ചയായും ശ്രദ്ധിക്കുക. എന്താണ് നിരീക്ഷിക്കാൻ സാധിച്ചത്? അപ്പക്കാരനും വിനാഗിരിയും ചേർന്ന് ഒരു വാതകം ഉണ്ടാവുകയും അത് തീജ്വാല അണയ്ക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ സാധിക്കും. നിങ്ങൾക്കറിയാമല്ലോ, വിനാഗിരി അസിറ്റിക് ആസിഡ് ആണെന്നും അപ്പക്കാരൻ സോഡിയം കാർബണേറ്റുമാണെന്നും. ഇവ രണ്ടും ചേർന്നുണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് തീ അണയ്ക്കുന്ന വാതകമാണ്. അതുകൊണ്ടാണ് ഇവിടെ വിനാഗിരി അപ്പക്കാരത്തിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയും അത് തീജ്വാല അണയ്ക്കുകയും ചെയ്തത്. ഇതേ തത്വം തന്നെയാണ് അഗ്നിശമനിയിലും പ്രവർത്തിക്കുന്നത്. താങ്ക് യു. എൻ്റെ പേര് അജിൻ എം എസ് എന്നാണ്. ഞാൻ 10th പഠിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വർക്കിംഗ് മോഡൽ ക്ലീനിങ് കാറാണ്. എൻ്റെ ക്ലീനിങ് കാറിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു DC മിനി മോട്ടർ, സ്പോഞ്ച്, ഒരു ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, വാട്ടർ ബോട്ടിലായി. പിന്നെ എയർ കൺട്രോളർ, ഇത് വാട്ടർ ഡ്രോപ്സ് ആയി വീഴാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ മോപ്പിംഗ് ചെയ്തോളും. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ടോയ് ടയറാണ്, 2 ബാറ്ററി, പിന്നെ ഒരു കാർഡ്ബോർഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് സ്വീപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഒരു ബോക്സും പിന്നെ 2 സ്വിച്ചസ് ആണ് റിമോട്ടിന് വേണ്ടി സെറ്റ് ചെയ്തത്, പിന്നെ വയർ. എൻ്റെ ക്ലീനിങ് കാറിൻ്റെ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ സ്വീപ്പിങ്ങും മോപ്പിങ്ങും ഒരേ സമയത്ത് തന്നെ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വയസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിലും കുനിയാൻ പറ്റാത്തതായി ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് ഈ കാർ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് എനർജി ചേഞ്ച് ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഇവിടെയാണ് മോപ്പിംഗ് ചെയ്യുന്നത്. ഇവിടെ വാട്ടർ ഡ്രോപ്സ് ആയി വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ മോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ സ്വീപ്പിംഗ് ചെയ്യുന്നു. വേസ്റ്റ് വരുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇവിടേക്ക് എത്തുന്നു.
ധീരൻ 8C-യിലാണ് പഠിക്കുന്നത്. എൻ്റെ വർക്കിംഗ് മോഡൽ റോബോട്ടിക് ആണ്. ഈ ഹൈഡ്രോളിക് റോബോട്ടിക് ആം പ്രവർത്തിക്കുന്നതിനായി പാസ്കൽസിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള ലിക്വിഡിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ലിക്വിഡിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ അനുഭവപ്പെടും. ഇത് വർക്ക് ചെയ്യുന്നത് വാട്ടർ പ്രഷറിലാണ്. ഇനി നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് മിസ്റ്റർ പി. ഞാനിവിടെ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ പേജാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ജലത്തിന്റെ സാന്ദ്രത മാറുന്നതനുസരിച്ച് ഒരു വസ്തു ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചുള്ള പഠനം ബൈ മിസ്റ്റർ പി. അതിന്റെ രണ്ടാമതായി ആമുഖമാണ് കൊടുത്തിട്ടുള്ളത്. ജലത്തിന്റെ സാന്ദ്രത മാറുന്നതനുസരിച്ച് ഒരു വസ്തു ജലത്തിനടിയിലൂടെ സഞ്ചരിക്കുന്നതിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ് ഈ പ്രൊജക്റ്റിൽ ചെയ്തിരിക്കുന്നത്. സാന്ദ്രതയെക്കുറിച്ച് കൂടുതലായി പഠിക്കാനും ഈ പ്രൊജക്റ്റ് സഹായകരമാകുമെന്ന് കരുതുന്നു. ഈ പ്രൊജക്റ്റിന് ആവശ്യമുള്ള സാമഗ്രികളാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത്. ഒരു പാത്രത്തിൽ വെള്ളം, കോഴിമുട്ട, ഉപ്പ്, സ്റ്റോപ്പ് വാച്ച്. ഇനി ഇതിന്റെ പ്രവർത്തന രീതിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിൽ 10 ലിറ്റർ വെള്ളം എടുത്ത് വെള്ളത്തിന്റെ പ്രതലത്തിൽ നിന്നും ഒരു മുട്ട നിശ്ചലാവസ്ഥയിൽ നിന്നും വെള്ളത്തിനടിയിലെത്താൻ എടുത്ത സമയം 5 തവണ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം 150 ഗ്രാം പൊടിയുപ്പ് പാത്രത്തിലെ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം പരീക്ഷണം ആവർത്തിച്ചു. അതിനുശേഷം ക്രമാനുഗതമായി ഉപ്പിന്റെ അളവ് 150 ഗ്രാം വീതം ചേർത്ത് മുട്ട പൊങ്ങിക്കിടക്കുന്നത് വരെ പരീക്ഷണം ആവർത്തിച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഈ പരീക്ഷണം 5 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. ആദ്യത്തേതാണ് ഇത്. 10 ലിറ്റർ വെള്ളത്തിൽ ശരാശരി സമയം 1.40 സെക്കൻഡാണ്. രണ്ടാമതായി ഞാൻ ഇത് ആവർത്തിച്ചപ്പോൾ 10 ലിറ്റർ വെള്ളത്തിൽ 150 ഗ്രാം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ശരാശരി സമയം കിട്ടിയത് 1.524 സെക്കൻഡാണ്. മൂന്നാമത് 10 ലിറ്റർ വെള്ളത്തിൽ 300 ഗ്രാം ഉപ്പ് ചേർത്തു. അപ്പോൾ ശരാശരി സമയം 1.93 സെക്കൻഡാണ്. നാലാമതായി ഞാൻ ഈ പരീക്ഷണം ആവർത്തിച്ചപ്പോൾ 10 ലിറ്റർ വെള്ളത്തിൽ 450 ഗ്രാം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ശരാശരി സമയം 2.102 സെക്കൻഡാണ് കിട്ടിയത്. അഞ്ചാമതായി ഞാൻ ഈ പരീക്ഷണം ആവർത്തിച്ചപ്പോൾ 10 ലിറ്റർ വെള്ളത്തിൽ 600 ഗ്രാം ഉപ്പ് ചേർത്തു. ശരാശരി സമയം കിട്ടിയത് 2.342 സെക്കൻഡാണ്. ഇനി ഇതിന്റെ നിഗമനമാണ് ഈ പേജിൽ കൊടുത്തിട്ടുള്ളത്. നിഗമനം: വെള്ളത്തിന്റെ സാന്ദ്രത കൂടുതലനുസരിച്ച് മുട്ട താഴെ എത്താനുള്ള സമയം കൂടുതലായി കണ്ടെത്തി. വെള്ളത്തിന്റെ സാന്ദ്രത മുട്ടയുടേതിന് സമമാകുമ്പോൾ മുട്ട വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായും കണ്ടെത്തി. നന്ദി, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഐ എം ന്യാമനേഷ് ഫ്രം 8D. എൻ്റെ റിസർച്ച് ടൈപ്പ് ഓഫ് പ്രൊജക്റ്റിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് തെങ്ങുകുളത്തിൻ്റെ വംശനാശ ഭീഷണിയായ ഒരു പുഴുവിനെ കുറിച്ചാണ്. ഈ പുഴുവിനെ നിരീക്ഷിക്കുവാനായി ഞാൻ 1 മാസത്തോളം ചിലവഴിച്ചു. ഈ പുഴു ചാണകത്തിൽ നിന്നാണ് കണ്ടുവരുന്നത്. ഇവയെ അറിയപ്പെടുന്നത് കൊമ്പൻചില്ലി എന്ന പേരിലാണ്. ഇവയുടെ പൂർണ്ണ വളർച്ചയ്ക്കായി 3 ആഴ്ചയോളം ഇവർ ചെലവഴിക്കുന്നു. ഇവയെക്കുറിച്ച് കൂടുതൽ ഇവയെ കൂടുതൽ നിരീക്ഷിക്കുവാനായി എൻ്റെ ആദ്യ ആഴ്ച ഞാൻ ചുറ്റുപാടുമുള്ള തെങ്ങുമരകൾ നിരീക്ഷിച്ചു. രണ്ടാമത്തെ ആഴ്ച ഞാൻ ചാണകപ്പുഴുകളെയാണ് നിരീക്ഷിച്ചത്. മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ അവ കൊമ്പൻചില്ലിയായി മാറിയിരുന്നു. ഇവയെ നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചെടികൾ ഉപയോഗിച്ച് നമുക്ക് ഇവയെ നശിപ്പിക്കുവാൻ കഴിയുമോ എന്ന് എനിക്കറിയാൻ വേണ്ടി ഞാൻ പരീക്ഷണത്തിനായി ഒരുക്കി. പരീക്ഷണത്തിനായി ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും 3 കൊട്ട ചാണകവും 9 കൊമ്പൻചില്ലികളെയും ശേഖരിച്ചു. കൂടാതെ ചെമ്പരത്തി ഇലകളും തുളസി ഇലകളും കൊങ്ങിണി ഇലകളും ശേഖരിക്കുകയുണ്ടായി. ഞാൻ 3 കൊട്ടകളും തിരിച്ചു വെച്ചതിന് ശേഷം ആദ്യ കൊട്ടയിൽ ചെമ്പരത്തി ഇലകളും രണ്ടാമത്തെ കൊട്ടയിൽ തുളസി ഇലകളും അവസാനത്തെ കൊട്ടയിൽ കൊങ്ങിണി ഇലകളും നിക്ഷേപിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കൊട്ടകൾ തുറന്നു നോക്കി. ആദ്യ കൊട്ടകൾ തുറന്നു നോക്കിയപ്പോൾ അതിലെ പുഴുക്കൾ ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. അവ നശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ എനിക്ക് മനസ്സിലായി കൊമ്പൻചില്ലികളെ ചെമ്പരത്തിക്ക് നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന്. രണ്ടാമത്തെ കൊട്ട തുറന്നു നോക്കിയപ്പോൾ അതിലെ തുളസി ഇലകളായിരുന്നു ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. തുളസി ഇലകൾ നിക്ഷേപിച്ച കൊട്ടയിലെ പുഴുകളും ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ എനിക്ക് മനസ്സിലായി തുളസി ഇലകൾക്കും കൊമ്പൻചില്ലികളെ നശിപ്പിക്കാൻ കഴിയുകയില്ല എന്ന്. മൂന്നാമത്തെ കൊട്ടയിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് കൊങ്ങിണി ഇലകളായിരുന്നു. പക്ഷേ കൊങ്ങിണി ഇലകൾ നിക്ഷേപിച്ച കൊട്ട ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിലെ പുഴുക്കളെല്ലാം ചത്തിട്ടുണ്ടായിരുന്നു. അതിനാൽ എനിക്ക് മനസ്സിലായി പുഴുക്കളെ കൊല്ലുവാനായി നമ്മുടെ കൊങ്ങിണിയിലേക്ക് സാധിക്കുമെന്ന്. പിന്നീട് കൂടുതലായി അറിയുവാനായി ഞാൻ സർവേക്ക് പോവുകയുണ്ടായി. ഞാൻ സർവേക്ക് പോകാനായി തിരഞ്ഞെടുത്ത 10 വീടുകളായിരുന്നു. 10 വീടുകളിലും പകുതി വീടുകളിലും കൊമ്പൻചില്ലിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവരുടെ തെങ്ങുകൾ തന്നെ വെട്ടി നശിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ ഈ കൊമ്പൻചില്ലിയെ നശിപ്പിക്കുവാനായി മാർഗങ്ങൾ തിരഞ്ഞെടുക്കുകയുണ്ടായി. അത് കുറച്ച് ഉദാഹരണങ്ങളാണ്. കൊമ്പൻചില്ലി കടിച്ച തെങ്ങോലകൾ വെട്ടി അവിടെ ഉപ്പ് വെച്ച് കെട്ടിയാൽ നമുക്ക് കൊമ്പൻചില്ലിയുടെ നമ്മുടെ തെങ്ങുകൾ വളരുന്നതായിരിക്കും. അവസാനം എനിക്ക് എല്ലാതും കഴിഞ്ഞു.
അവസാനം കഴിഞ്ഞ് അവസാന ആഴ്ചയിൽ എനിക്ക് മനസ്സിലായി ഈ കൊമ്പൻചിലിയെ കൊല്ലുവാൻ നമുക്ക് ടാബ്ലറ്റുകൾ ലഭ്യമാണെന്നും കൂടാതെ തന്നെ നമുക്ക് കൊങ്ങിണി ഇലകൾ ഉപയോഗിച്ചും ഇവരെ കൊല്ലുവാമെന്നും ഒപ്പം തന്നെ ഉപ്പും ഉപയോഗിച്ച് നമുക്ക് ഇവരെ കൊല്ലുവാൻ സാധിക്കുമെന്നും എനിക്ക് മനസ്സിലായി. ഈ കൊമ്പൻചില്ലികൾ നമ്മുടെ തെങ്ങുകൾക്ക് തന്നെ ഒരു വംശനാശ ഭീഷണിയാണ്. ഇവയെ നശിപ്പിക്കുക തന്നെ വേണം. I prepared a still model of acid rain and pollution. Acid rain causes by ion chemicals such as sulfur dioxide and nitrogen oxide released into the air. Then react with water, oxygen and other chemicals to form more acidic pollutants known as acidic rain. Human activities are the main causes of acidic rain. Power plants release sulfur dioxide, nitrogen oxide into the air when they burn fossil fuels such as coals to produce electricity. The exhaust of cars, buses and trucks release sulfur dioxide and nitrogen oxide into the air. These pollutants form the acidic rain. The word acidic rain was invented by Robert Angus Smith. Acidic rain increases acidity in the soil and destroy the forest and crops. It also affected the aquatic species. Acid rain affects our human nervous system. Acid rain affects plants' growth and plants' leaf. Examples like Taj Mahal, one of the 7 wonders in the world, largely affected by acidic rain. The chemical reaction of acidic rain was sulfur dioxide plus water gives H2SO4. NO2 plus O2 gives water plus nitric acid. In this still model, there are 4 pollutions: air pollution, sound pollution, land pollution and water pollution. Air pollution refers to release of harmful contaminants into the Earth's atmosphere. Sound pollution. Sound pollution is the amount of sound in the surroundings. Land pollution. Land pollution is due to the presence of chemical in lands. Water pollution. Water pollution is the pollutants are produced into water bodies. To prevent this acidic rain, we must reduce the number of factories and vehicles. We must plant more trees. ഞാൻ മുഹമ്മദ് അനീസ് ഫ്രം 8A. ഞാൻ ഇവിടെ ഒരു നാരങ്ങ കൊണ്ടുള്ള ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് 6 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു LED ലൈറ്റും ഒരു ബോക്സും വേണം. പിന്നെ നമ്മൾ സിങ്കിൻ്റെ മെറ്റലും കോപ്പറും ഒരുമിച്ച് കണക്ട് ചെയ്തതിൻ്റെ ഒരു 5 വയർ എടുത്തിട്ടുണ്ട്. നമ്മൾ ലെമനെ ഈ ബോക്സിലേക്ക് വെക്കണം. അപ്പോൾ നമ്മൾ എടുത്ത സിങ്ക് നമ്മൾ ഒരു നാരങ്ങയിലേക്ക് ഇറക്കി വെക്കണം. അതിൻ്റെ അപ്പുറമുള്ള കോപ്പർ വേറെ നാരങ്ങയിലും. അടുത്തൊരു സിങ്കിൻ്റെ പെയറെടുത്ത് ഇവിടെ സിങ്ക് വെക്കണം കോപ്പറിൻ്റെ അടുത്ത്. അടുത്ത കോപ്പർ വേറെ സൈഡിലുമായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ ബാക്കി വരുന്ന വയറിൽ LED ലൈറ്റ് കണക്ട് ചെയ്യണം. ഇപ്പം ഇവിടെ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നത് കാണാം.
ഈ ബൾബ് ഗ്ലോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങയുള്ള ആസിഡ് കോപ്പറുമായും സിങ്ക് മെറ്റലുമായി റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ആവുന്നത്. നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ആവുന്ന പ്രോസസ്സിനെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്നും പറയുന്നു.